ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ വൈകാരികമായ ചില പ്രചാരണങ്ങൾ നടക്കും, അതുവഴി അധികാരത്തിലേറാമെന്നുള്ളതാണ് UDF പ്രതീക്ഷ എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം ഒന്ന് പ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള വലിയ പ്രചാരണത്തിന് അവർക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. നാളെ നിങ്ങളുടെ പട്ടിക വരാനിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അവസാനം കുറിക്കാൻ ഇനി 25 ദിവസം എന്നുള്ളതാണ് UDF ക്യാമ്പുകളിൽ നിന്ന് വരുന്നത്. നിങ്ങൾ കയറുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവർ പ്രചരണ വാചകമായിട്ടാണെങ്കിലും അതും അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ചിറങ്ങുകയാണെന്ന്. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അവർ ഒന്നിച്ചിറങ്ങുകയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ സാധാരണക്കാർ. ഇപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് കനകോലുവിൻ്റെ സിദ്ധാന്തം. കനകോലുവിൻ്റെ സിദ്ധാന്തമൊന്നുമല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾ പറയുന്നത് വൈകാരികമായിട്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി UDF ശ്രമിച്ചു എന്നാണ്. വൈകാരികത ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും തെരഞ്ഞെടുപ്പ് കാലത്ത്. യുക്തി കൊണ്ട് മാത്രം വയറ് നിറയുന്ന കാലമൊന്നുമില്ലല്ലോ. യുക്തി കൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യർ സാമാന്യ ബോധമുള്ള മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ബോധം കൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ സമയത്തൊക്കെ നിങ്ങൾക്ക് അവരെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിണറായി വിജയൻ ദൃഢീകരിച്ച കേരളത്തിന് ഇത്ര വലിയ വാക്കൊന്നും പറയണ്ട സാറേ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് അവരുടെ നികുതി പണം എടുത്തിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് PR വർക്കിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ആ കാശുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വിവിധ ക്ഷേമനിധികൾ എത്രയോ മാസമായി 18, 19, 21 മാസമൊക്കെ ആയിട്ട് കുടിശ്ശികയാണ്. ക്ഷേമനിധികൾ, ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായ കാലഘട്ടമുണ്ട്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറുന്നു. വൈദ്യുതി ചാർജ്, കറണ്ട് ചാർജ്, ഇങ്ങനെ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അപ്പോൾ ചിലപ്പോൾ അവർ വൈകാരികമായിട്ട് പ്രതികരിക്കും. ആ വൈകാരിക പ്രതികരണത്തിന്റെ ഭാഗമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ UDFനുണ്ടായ വിജയം. അതിനേക്കാൾ അപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ LDF സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കുന്നത് UDF എന്നൊരു മുന്നണിയോ കക്ഷിയോ മാത്രമല്ല, സാധാരണക്കാരാണ്. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന സാധാരണക്കാരാണ്. അപ്പോൾ ആശുപത്രി ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടുകാരും അതുപോലെ വയറ്റിൽ കത്രികയുമായിട്ട് നടക്കുന്ന ഹർഷിനെയും അതുപോലെ ഉഷ ജോസഫിനെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അപ്പുറത്ത് ആരാണ്? ആരോഗ്യമന്ത്രിയാണ്. ഒരു മുദ്രാവാക്യം കേൾക്കുമ്പോൾ കഴുത്തൊളുക്കുന്ന ആരോഗ്യമന്ത്രി അപ്പുറത്ത് നിൽക്കുന്നു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാർ 10,266 ദിവസം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്യുന്ന സമയത്ത് ഒരു പണിയും ചെയ്യാതെ മാസപ്പടി വാങ്ങുന്ന വീണ തൈക്കണ്ടിൽ LDFന്റെ പ്രതിനിധിയായിരിക്കും. അപ്പൊ ഞങ്ങൾ പറയുന്നതാണല്ലോ. ഡോക്ടർ ജിൻഡോ ജോൺ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ അറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം വന്ന 1 മണിക്കൂറിനുള്ളിൽ LDFന്റെ CPIയുടെയും CPMന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗോവിന്ദ മാസ്റ്റർ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് വട്ടിയൂർക്കാവിലെ പ്രചാരണത്തിന്റെ ഘോഷയാത്രയിലേക്കാണ്. 81 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 75 പാർട്ടി സ്ഥാനാർത്ഥികളാണ്, 11 സ്വതന്ത്രരെയാണ്. നിങ്ങൾക്ക് പക്ഷെ അത് സാധിക്കുന്നില്ലല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ വേണം. ആ ആലോചനകൾക്ക് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇതിൽ ആദ്യം പ്രഖ്യാപിക്കുക, രണ്ടാമത് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. ഞങ്ങളെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്ന 140 സ്ഥാനാർത്ഥികളെക്കാൾ ആ സ്ഥാനാർത്ഥികൾക്കേക്കാൾ സംസാരിക്കുകയും സമരം ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കും. ഞങ്ങൾ കൃത്യമായിട്ട് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നാളെ വന്നെന്നോർത്ത് ഒരു കുഴപ്പമില്ല, മറ്റന്നാൾ വന്നെന്നോർത്തും ഒരു കുഴപ്പമില്ല. രാജനെ പോലുള്ള ആളുകൾ നിയമസഭയിലേക്ക് ആദ്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ TP ചന്ദ്രശേഖരന്റെ ജീവിതവും മരണവും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടി, എളുപ്പം കിട്ടും എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥാനാർത്ഥികളെയും ഇഴകേറി പരിശോധിക്കാനുള്ള സമയമുണ്ടല്ലോ. അപ്പൊ ആദ്യം പ്രഖ്യാപിക്കുന്നു, ആദ്യം ജാഥ നടത്തുന്നു. അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത രീതിയിൽ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് സർക്കാർ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. ഇതിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിയമസഭയിൽ UDFന്റെ ഒരു സർക്കാർ രൂപീകരണം കൊടുക്കും. ഓക്കെ. Debate with Madhu Saji.